ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂടിപ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂടിപ്സ് 2.0യിലേക്ക് സ്വാഗതം. നമുക്ക് 28-ാം തീയതി 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ 2, 3, 4 ഘട്ടം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് മസ്റ്റായിട്ടും കാണേണ്ട ഒരു ക്ലാസ് ആണിത്. ഈ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഘട്ട പരീക്ഷയെ അതിലെ ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് അനലൈസ് ചെയ്യുകയാണ്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് കരുതിയിരിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ അതേക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിതിൻ്റെ മാത്സ് പാർട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. 80 മാർക്കിനുള്ള GK ഞാൻ നോക്കി. നിങ്ങൾ നോക്കിയായിരുന്നോ? ഞാനൊരു സ്റ്റഡി പ്ലാൻ തന്നില്ലേ മക്കളെ, ഇത് പഠിക്കണം എന്ന് പറഞ്ഞ് ലിങ്ക് ഇട്ട് തന്നില്ലേ? അത് പഠിച്ച എല്ലാവർക്കും സുഖമായിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കാരണം ഞാൻ നോക്കിയതിൽ ആ ബ്രിക്സ് ഉച്ചകോടി മാത്രമേ സത്യം പറഞ്ഞാൽ നമ്മൾ പറയാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്കിതിൽ പ്രതീക്ഷിക്കാം. ഇനി ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയവരോട് എനിക്ക് പറയാനുള്ളത്, കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ കുറച്ച് ചോദിച്ചു. ഞാൻ സ്ഥിരം പറയുന്ന കാര്യം തന്നെ പറയുന്നു, കട്ട് ഓഫ് നിശ്ചയിക്കുന്ന ഞാനല്ല, മറ്റാരുമല്ല, PSC ആണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ആർക്കും തന്നെ അത് പറയാൻ റൈറ്റ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ട. നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 60 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 62 to 65 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സമയം തെല്ലിട കളയാതെ മെയിൻസിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യൂ. സമയം പാഴാക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ഘട്ടം എഴുതിയവർ, 2, 3, 4 ഘട്ടം പരീക്ഷ എഴുതിയവർ കറക്റ്റായിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ഫോർ യു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിന് മുമ്പ് ഒന്നാം ഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു സിലബസ് തയ്യാറാക്കിയത്. രാവിലെ വീഡിയോ ഒക്കെ ഇട്ടിരുന്ന അതിന് വേണ്ടിയിട്ടാണ്. ആ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു 28-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോർണിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാണ് തന്നിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മോർണിംഗ് ക്ലാസ് കണ്ടില്ലെങ്കിൽ ലക്ഷ്മി മിസ് എവിടെയെന്നോർത്ത് ആരും വേവലാതിപ്പെടേണ്ട. ആ ക്ലാസ് തന്നിരുന്നത് 28ന്റെ പ്രിലിംസിനും നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ ഒരു ടൈം ടേബിൾ എന്ന അർത്ഥത്തിൽ തന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല, ഇടയ്ക്കും തലയ്ക്കും ഒക്കെ അത് ഞാൻ തരാം. കാരണം ഇതിന് ഏതെങ്കിലും ലിങ്ക് ഇട്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ് മോർണിംഗ് തരാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അനുബന്ധ വസ്തുതകളുമായിട്ടുള്ള ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ലെച്ചൂസ് എഡ്യൂടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ബുക്ക് വേണ്ടവർക്ക് ഇനിയും ഓർഡർ ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഡിസംബർ 31-നകം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു ലെച്ചൂസ് എഡ്യൂടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സും ബുക്കിൻ്റെ ക്ലാസ്സും ഫ്രീ ആയിട്ട് തരും എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതാണ്. അപ്പം ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മൾ ആ ഓഫർ പീരീഡ് കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഡിസംബർ 31 എന്നുള്ളത് ജനുവരി 5-ന് അകം ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും, കാരണം ഇതൊരു ന്യൂ ഇയർ ഓഫറാണ് കേട്ടോ. നമ്മുടെ ഒരു ന്യൂ ഇയർ ഓഫറാണ്, അല്ലെങ്കിൽ എ ന്യൂ ഇയർ ഗിഫ്റ്റ് ഫ്രം മീ എന്ന് നമുക്ക് പറയാം, ഓർ എ ന്യൂ ഇയർ ഗിഫ്റ്റ് ഫ്രം ലെച്ചൂസ് എഡ്യൂടിപ്സ്. അപ്പോൾ ജനുവരി 5-ന് മുൻപായിട്ട് ബുക്ക് വാങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ട ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ ക്ലാസ്സും ഈ ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതാണ്. ബുക്ക് കിട്ടിയ പിള്ളേരൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. ഈവൻ ബുക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, നിങ്ങൾക്കറിയാം ഫ്രണ്ട്ലി PSCയിൽ ആര്യ ടീച്ചറിനും അയച്ചു കൊടുത്തിരുന്നു. ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞ ഇതാണ്, ക്വാളിറ്റി വൈസ് സൂപ്പറാണ്, കണ്ടന്റ് വൈസ് റിച്ച് ആണ്, ബൈൻഡിങ് ഈസ് ഓൾസോ വെരി സൂപ്പർ. അതായത് അത്യാവശ്യം ക്യാഷ് മുടക്കി ഞാൻ ഇറക്കിയ ബുക്കാണ് കേട്ടോ ഇത്. അല്ലാതെ നമ്മളൊരു മോശം പേപ്പറിലൊന്നും ഇറക്കിയിട്ട് ഒരു 2 ആഴ്ച പഠിക്കുമ്പോൾ കീറിപ്പോകുന്ന രീതിയിലുള്ള പേപ്പറൊന്നുമല്ല ഇതിൻ്റേത്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവർക്കും PSC എഴുതുന്ന കാലത്ത് പഠിക്കാം. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബുക്ക് വേണ്ടവർ 8086137962 എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, റിപ്ലൈ കിട്ടും. അപ്പോൾ ബുക്കിൻ്റെ ക്ലാസ് ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1-നാണ്. എന്നാലും കുഴപ്പമില്ല, ജനുവരി 5-നുള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്കും ആ ക്ലാസ് നമ്മൾ ജനുവരി 5-നുള്ളിൽ ബുക്കിനെ ഓർഡർ ചെയ്യുന്നവർക്ക് ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ VFAയുടെ ഒരു ബാച്ച് ജനുവരി 1-ന്, ഇത് പെയ്ഡ് ക്ലാസ് ആണ്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അതും ഞാൻ ഓഫർ പീരീഡ് ഒന്ന് മാറ്റുവാണ്, ജനുവരി 5 വരെ ആക്കാണ്. കാരണം ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടേ.
അപ്പോൾ ജനുവരി 5-ന് മുമ്പ് VFA ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും കോഴ്സ് ഫീസ് 1000 വരുന്നുള്ളൂ. ജനുവരി 5 കഴിഞ്ഞാൽ കോഴ്സ് ഫീസ് എത്രയാവും? 2000 ആയിരിക്കും. അതായത് ഇതിൻ്റെ കോഴ്സ് ഫീസ് ആക്ച്വലി 2000 ആണ്. ഒരു ക്രിസ്മസ് പ്ലസ് ന്യൂ ഇയർ ഓഫർ എന്നുള്ള രീതിയിലാണ് നമ്മൾ 1000 റുപ്പീസിൽ ഇപ്പോൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ VFAക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിലേക്ക് തന്നെ VFA എൻക്വയറി എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. ആരും കോൾ ചെയ്യേണ്ട, വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒരു ബാച്ച് നമ്മൾ ജാനുവരി 1-ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഇടുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും നിലവിൽ ഓഫറുണ്ട്. ജനുവരി 5 വരെ ഓഫറുള്ളൂ. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3500 രൂപയെ ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നുള്ളൂ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. കാര്യം നിങ്ങൾക്ക് അറിയാം, അതൊക്കെ ഇച്ചിരി നല്ല ടഫായിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മളെന്നാലും നിങ്ങളുടെ വെൽഫെയറും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും ഉദ്യോഗാർത്ഥികളെ കാണുന്ന ഒരു രീതിയിൽ തന്നെയാണ് എന്താ പറയുന്നത്, നിങ്ങളിപ്പോൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുവാണ്, ജോലിക്ക് ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ബേസിക്കലി പേയ്മെൻറ്റ് ഉണ്ടാവത്തില്ല. നിങ്ങൾ എവിടുന്നെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെയോ ഭർത്താവിൻ്റെയോ ബ്രദറിൻ്റെയോ ഒക്കെ കയ്യിൽ നിന്നാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നതെന്നറിയാം. അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ലോ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു അനുബന്ധ വസ്തുതകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വീണ്ടും പറയുന്നു, ബുക്ക് വേണ്ടവരും VFAയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവരും ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താം. പിന്നെ ഫ്രീ ക്ലാസ് തരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഫ്രീ ക്ലാസ് ഇങ്ങനെ തരുന്നതുണ്ട്. അല്ലാതെ ഇങ്ങനെ കോഴ്സ് വെച്ചിട്ട് സിലബസ് വൈസ് ഇല്ല. സിലബസ് വൈസ് ക്ലാസ് വേണമെങ്കിൽ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. 10th ലെവൽ പ്രിലിമിനറിയുടെ ആദ്യഘട്ട പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വൈകുണ്ഠസ്വാമികളെ കുറിച്ച്. അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അത് വൈകുണ്ഠസ്വാമി പഠിക്കുന്ന ഒരാൾക്ക് അതും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ആദ്യം വൈകുണ്ഠസ്വാമിയെക്കുറിച്ച് പഠിക്കാം, അതിനുശേഷം ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ പോയാലോ? ഓക്കെ അല്ലേ? അപ്പം വൈകുണ്ഠസ്വാമിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ തുടർന്നും ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊക്കെ നമ്മുടെ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ബുക്കിനെ കുറിച്ച് ഫ്രണ്ട്സിനോടും ഒക്കെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നോക്കൂ, വൈകുണ്ഠസ്വാമികൾ 1809 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 1851. അപ്പോൾ ഓർത്തു വെക്കുക, 1809 കന്യാകുമാരി ജില്ലയിലെ നാഗർകോയിലിന് അടുത്ത് സ്വാമിത്തോപ്പില് പൊന്നു നാടാരുടെയും വെയിലമ്മാളുടെയും പുത്രനായിട്ട് 1809 വൈകുണ്ഠസ്വാമികൾ ജനിച്ചു. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം ഇപ്പം തന്നെ നമുക്ക് പഠിക്കാം. ജനിച്ചത് എവിടാണ്? സ്വാമിത്തോപ്പിലാണ്. ഏത് ജില്ലയിലാണ്? കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പില് ആരുടെ പുത്രനായിട്ട്? പൊന്നു നാടാരുടെയും. അപ്പം വൈകുണ്ഠസ്വാമികളുടെ പിതാവിൻ്റെ പേര് പൊന്നു നാടാർ. വെയിലാളുടെയും മകൻ, മാതാവാണ് വെയിലാള്. ഓക്കെ, അപ്പോൾ പൊന്നു നാടാരുടെയും വെയിലാളുകളുടെയും പുത്രനായിട്ട് എവിടെ? കന്യാകുമാരി ജില്ലയിലെ നാഗർകോയിലിനടുത്തുള്ള സ്വാമിത്തോപ്പിൽ 1809 ആര് ജനിച്ചു? വൈകുണ്ഠസ്വാമി ജനിച്ചു. മറക്കരുത് കേട്ടോ. ഇനി ഇദ്ദേഹം ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എന്ത് ചെയ്യും? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേരിടും അല്ലേ? ഹിന്ദുസ് ഒക്കെ ആണെങ്കിൽ 28-നൊരു പേരിടും, ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാമൂദിസ മുക്കി പേരിടും. ഇസ്ലാം മതത്തിൻ്റെ എനിക്ക് അറിയില്ല, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീടിനടുത്ത് അങ്ങനെ ആ ഒരു സമുദായത്തിൽപ്പെട്ടവർ അധികം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അത്രയും കാര്യങ്ങൾ അങ്ങ് അറിയില്ല. എനിവേ, ഇദ്ദേഹത്തിനും എന്ത് ചെയ്തു? പേരിട്ടു. ഇദ്ദേഹത്തിൻ്റെ പേരായിരുന്നു എന്താ? മുടിച്ചൂടും പെരുമാൾ. ഓക്കെ, മുടിച്ചൂടും പെരുമാൾ എന്ന് പേരിട്ടെങ്കിലും പക്ഷേ സവർണ വിഭാഗത്തിൽപ്പെട്ടവരുടെ എതിർപ്പ് കാരണം ആ പേര് മാറ്റി മുത്തുക്കുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ പേരാക്കി. പെരുമാൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാവിഷ്ണുവിനെയാണ് പെരുമാൾ എന്ന് പറയുന്നത്. മുടി എന്ന് പറഞ്ഞാൽ കിരീടമാണ്. മുടിച്ചൂടും പെരുമാൾ, കിരീടം ചൂടിയ മഹാവിഷ്ണു എന്ന അർത്ഥം വരുന്നതാണ് മുടിചൂടും പെരുമാൾ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് പറ്റില്ല? സവർണ വിഭാഗക്കാർക്ക് അന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ സവർണ വിഭാഗക്കാരുടെ എതിർപ്പ് മൂലം ഈ പേരൻസ് എന്ത് ചെയ്തു? ഈ കുട്ടിയുടെ പേര് മാറ്റിയിട്ട് കുട്ടിക്ക് എന്ത് പേരിട്ടു? മുത്തുക്കുട്ടി എന്ന് പേരിട്ടു. ഇവിടുന്ന് PSC ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനൊന്നും അല്ല ചോദിക്കുന്നത്.
മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാര്? ആരാ? വൈകുണ്ഠസ്വാമി. മുത്തുക്കുട്ടി ആരുടെ പേരാന്ന് ചോദിച്ചാൽ ആരുടേതാണ്? വൈകുണ്ഠസ്വാമിയാണ്. 4-5 പോയിന്റ് പഠിച്ചല്ലേ? എന്താ? അദ്ദേഹം ജനിച്ചത് 1809 ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സ്വാമിത്തോപ്പാണ്. കന്യാകുമാരി ജില്ലയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. പിതാവും മാതാവും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അറിഞ്ഞു വെച്ചാൽ മതി. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. മുത്തുക്കുട്ടി എന്ന ആരുടെ റിയൽ നെയിം ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളുടേതാണെന്ന് ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? നമ്മുടെ മുത്തുക്കുട്ടി അങ്ങനെ വളർന്നു വന്നതിന് ശേഷം അന്ന് നമുക്കറിയാം രാജഭരണം നിലനിൽക്കുന്ന കാലമാണ്. സവർണ വിഭാഗമെന്നും അവർണ വിഭാഗമെന്നും സമൂഹത്തിൽ 2 രീതിയിലുള്ള തട്ടുകൾ ഉള്ളതൊക്കെ നമുക്കറിയാം. അവർണ വിഭാഗത്തിൽപ്പെട്ടവർ അനുഭവിച്ചിരുന്ന അവശതകൾക്കെതിരെയും അതായത് നീചമായിട്ടുള്ള രാജഭരണത്തിനെതിരെയും ഒക്കെ ആയിട്ട് അദ്ദേഹം പോരാടുകയും അതിനെതിരെ അദ്ദേഹം 1836 സമത്വ സമാജം എന്നൊരു സംഘടന സ്ഥാപിച്ചു. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മളോട് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്, സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുണ്ട്. 1836. കിട്ടിയോ? അപ്പോൾ ഓർത്തു വയ്ക്കുക, സമത്വ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. 1836 അദ്ദേഹം എന്ത് ചെയ്ത? സമത്വ സമാജം സ്ഥാപിച്ചത്. അതുപോലെ മേൽമുണ്ട് സമരം. നിങ്ങൾക്കറിയാം, പണ്ട് കാലത്ത് അവർണ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അതായത് മേൽ അങ്കി അല്ലെങ്കിൽ മേൽ വസ്ത്രം അണിയാനായിട്ട് അനുവാദമുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനായിട്ട് അവകാശമുണ്ട് എന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയാനായിട്ട് സാധിക്കും. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, പണ്ട് കാലത്ത് സവർണർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരി ഉപയോഗിക്കാൻ അധികാരം ആർക്കില്ല? അവർണർക്കില്ല. അപ്പൊ എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും കിണറുകളിൽ നിന്ന് വെള്ളം കോരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കിണർ കുത്തുവാനുള്ള അവകാശം ഉണ്ട് എന്ന് അദ്ദേഹം വാദിക്കുകയും സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് അടുത്തൊരു കിണർ സ്ഥാപിക്കുകയും ആ കിണർ സ്വാമിക്കിണർ അല്ലെങ്കിൽ മണിക്കിണർ അല്ലെങ്കിൽ മുന്തിരിക്കിണർ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നു. മുതിരിക്കിണർന്നും കാണാറുണ്ട് പലയിടത്തും, മുന്തിരിക്കിണർന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, സ്വാമിക്കിണർ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. മണിക്കിണറെന്നും മുന്തിരിക്കിണറെന്നും മുതിരിക്കിണറെന്നും സ്വാമിക്കിണറെന്നും ഒക്കെ ഇത് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ഭവനങ്ങൾ നിർമ്മിക്കാനായിട്ട് അവകാശമുണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു. സ്ത്രീകൾക്കും സമത്വമുണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. അതുപോലെ പൂജാരിമാര് അവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൈവേദ്യങ്ങൾ എല്ലാം ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? അതൊക്കെ മാറ്റിയിട്ട് പൂജാരിമാർ പിന്നീട് നെറ്റിയിലൊക്കെ പൂജന് ശേഷം ഭസ്മം വിഭൂതി തൊട്ടുകൊടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ കൊണ്ടുവരുന്ന ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പം ഇവിടെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഓരോ സെൻറ്റൻസും പ്രസ്താവനയാണ്. അതിങ്ങോട്ട് ഇനി വരുന്ന ക്ലാസ്സിൽ ഞാൻ പറയാം, വന്നത് അച്ചിട്ട് അതുപോലെ വന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ 3-4 ഘട്ടം 2, 3, 4 ഘട്ടം എഴുതാൻ പോകുന്നവർ മസ്റ്റായിട്ടും മനസ്സിലാക്കി പഠിക്കണം. നിങ്ങൾക്ക് ഈ 2, 3, 4 ഘട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, സമത്വ സമാജമൊക്കെ. അപ്പം അതുകൊണ്ട് മസ്റ്റായിട്ടും പഠിക്കണം, വിട്ടുകളയില്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അഖിലത്തിരട്ട്, അതുപോലെ അരുൾനൂല്. അപ്പൊ അരുൾനൂല് 28-ാം തീയതി നടന്ന പരീക്ഷയിൽ ചോദിച്ചായിരുന്നു അല്ലേ? അപ്പൊ അകലത്തിരിട്ട് അരുൾനൂൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ 2 പുസ്തകങ്ങളും ചരിത്രപരവും ദാർശനികപരവുമായിട്ടുള്ള ധാരാളം ഉള്ളടക്കങ്ങൾ നിറഞ്ഞ പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം, നമ്മൾ പറഞ്ഞു, രാജവാഴ്ചയായിരുന്നു അന്ന്. രാജാവിനെ അല്ലെങ്കിൽ രാജവാഴ്ചയെ എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. അതുപോലെ ബ്രിട്ടീഷ് ഭരണം, നമുക്കറിയാം ബ്രിട്ടീഷർ എത്ര ക്രൂരത നമ്മളോട് ഈ ടൈമിൽ കാണിച്ചു എന്നല്ലേ. ഇപ്പൊ ബ്രിട്ടീഷ് ഭരണത്തെ ഇദ്ദേഹം വെണ്ണീച്ച ഭരണം എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലത്തെ തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ ഭരണത്തെ അദ്ദേഹം അനന്തപുരത്തെ നീചഭരണം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ സ്വാതി തിരുനാളിന്റെ ഭരണ സമയത്ത്
1837 വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടക്കിയുണ്ടായി. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, 1837 ശിങ്കാരത്തോപ്പ് ജയില് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്തു. അന്ന് സ്വാതി തിരുനാൾ ഭരിക്കുന്ന സമയമാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന് എന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. പഠിക്കണം കേട്ടോ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്. ശ്രീനാരായണ ഗുരു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത് തലേന്ന് പോകരുത്. അതും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കൊക്കെ കൺഫ്യൂഷൻ അല്ല, അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവാണോ വൈകുണ്ഠസ്വാമിയാണോ തൈക്കാട് അയ്യാണോ എന്നൊക്കെ ഡൗട്ട് തോന്നും. അപ്പോൾ ഇവിടെ ഡൗട്ട് വരണ്ട. നോക്കൂ, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ഈ ഒരു പറഞ്ഞതിനകത്ത് സമത്വ സമാജം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കിണർ ഇമ്പോർട്ടൻ്റ് ആണ്, അഖിലത്തിരുട്ടു അരുൾനൂല് ഇമ്പോർട്ടൻ്റ് ആണ്, വെണ്ണീജ ഭരണം ഇമ്പോർട്ടൻ്റ് ആണ്, ശിങ്കാരത്തോപ്പ് ജയിൽ 1837 ഇമ്പോർട്ടൻ്റ് ആണ്, ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പഠിക്കണം എന്നർത്ഥം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ട പേരാണ് നിഴൽ താങ്കൾ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ട പേര് നിഴൽ താങ്കൾ എന്നാണ് അറിയപ്പെട്ടത്. അതുപോലെ നമുക്കറിയാം, പണ്ട് കാലത്ത് ജന്മിമാര് അടിമകളാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്, ആളുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നത്. എന്നാൽ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന ഒരു മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തിക്കൊണ്ട് അടിമകളെ പോലെ ജോലി ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തൊരു മുദ്രാവാക്യമാണ് ഇത്, വേല ചെയ്താൽ കൂലി കിട്ടണം. PSC ചോദിച്ചിട്ടുണ്ട്, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ആവശ്യപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? വൈകുണ്ഠസ്വാമികൾ. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു ദാർശനിക ചിന്താ പദ്ധതിയായിരുന്നു അയ്യാവഴി. അയ്യാവഴി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ദാർശനിക ചിന്താ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ധർമ്മയുഗം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അയ്യാവഴി സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ദാർശനിക ചിന്താ പദ്ധതിയാണ്. അതിന്റെ ലക്ഷ്യം എന്താണ്? ധർമ്മയുഗം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം, വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ആ കൂട്ടായ്മ അറിയപ്പെട്ട പേരാണ് തൂവയൽ പന്തികൾ. ഓക്കെ, തൂവയൽ പന്തികൾ. നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ, അയ്യാവഴി സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. തൂവയൽ പന്തികൾ എന്ന് പറയുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠസ്വാമി. അതൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച ഒരു കൂട്ടായ്മയാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തേപ്പറ്റി പഠിക്കുക? അയ്യ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിക്കുക. 1851 അദ്ദേഹം എന്ത് ചെയ്തു? ഇഹലോകവാസം വെടിഞ്ഞു. ഓക്കെ, അപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് തരുന്നത്. 2, 3, 4 ഘട്ട എക്സാം എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും കണ്ടിട്ട് പോകണം. അല്ലെങ്കിൽ നഷ്ടം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും. എനിക്കെന്താ നഷ്ടം? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? കണ്ടിട്ട് പോവുക കേട്ടോ. അങ്ങനല്ല, നിങ്ങൾ എഴുതിയില്ലെങ്കിൽ എനിക്കൊരു സങ്കടമൊക്കെ വരും. കാരണം ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ആ പിള്ളേർ എഴുതിയില്ലല്ലോ എന്നുള്ള വിഷമം തീർച്ചയായിട്ടും എനിക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, എഴുതുക. പിന്നെ മോർണിംഗ് ക്ലാസ് റെഗുലറായിട്ട് 6 o'clock പ്രതീക്ഷിക്കേണ്ട. അത് 28-ാം തീയതി നിങ്ങൾക്ക് ഞാൻ ഈ ഓർഡർ അനുസരിച്ച് തരുന്നതിന് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്തതാണ്. അത് സ്റ്റാർട്ട് ചെയ്ത സമയത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. എന്നാൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചില ദിവസമൊക്കെ ഞാൻ വരികയും ചെയ്യും 6 മണിക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ന് തന്നെ പഠിച്ചിട്ടേ കിടക്കാവുള്ളൂ. നോട്ടില്ലാത്തവർ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്, VFA സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. ജനുവരി 5 ആവാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട. കാരണം ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ എന്നെ ഹറിബറി ആക്കി കളയും. അപ്പോൾ ജനുവരി 5-ന് മുമ്പ് ജോയിൻ ചെയ്താൽ ഡിസ്കൗണ്ട് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരാം. അതുപോലെ ഇംഗ്ലീഷിൻ്റെ ബുക്ക്, അത് നിങ്ങൾക്ക് വലിയൊരു അസറ്റാണ് പിള്ളേരെ. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് മെയിൻ എഴുതുമ്പോഴത്തേക്ക് നോക്കിയിരുന്നാൽ ചിലപ്പോൾ ആ ബുക്ക് കിട്ടില്ല. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ബുക്ക് വേണ്ടവർ ഇന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് അത് ചീഞ്ഞോ പുഴുത്തോ ചെത്തലരിച്ചോ ഒന്നും പോകുന്ന ഒരു സാധനമല്ല. അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബുക്ക് വേണ്ടവരും ഈ നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.